അങ്ങനെ ടാസ്ക് അവസാനിച്ചു കഴിഞ്ഞപ്പം ഒന്നാം സ്ഥാനത്തെത്തിയ അഭിഷേകാണ്. ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയായിരുന്നു ഭയങ്കര കലവില നടന്നത്. അങ്ങനെ അഭിഷേക് ഒന്നാം സ്ഥാനത്ത് സ്വന്തമാക്കി. ഒന്നാം സ്ഥാനത്ത് മത്സരിച്ചത് നന്ദന, നമ്മുടെ ഫിജോ, പിന്നെ അപ്സര, അഭിഷേക് എന്നിവരായിരുന്നു. പിന്നെ അത് വോട്ടിങ്ങിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു തിരഞ്ഞെടുക്കുന്നത്. ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അഭിഷേകിനാണ്. അങ്ങനെ അഭിഷേക് ഒന്നാം സ്ഥാനത്തെത്തി. രണ്ടാം സ്ഥാനത്ത് വളരെയധികം ട്വിസ്റ്റോടുകൂടി നമ്മുടെ ജിൻഡോ വന്നിരിക്കുകയാണ്. ജിൻഡോ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് മത്സരിച്ചത് കേട്ടോ. പക്ഷേ നോറയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് എന്ന് അറിഞ്ഞപ്പം വളരെ ബുദ്ധിപരമായ നീക്കത്തിലൂടെ അവിടെ രണ്ടാം സ്ഥാനം മതി, എനിക്ക് ഒന്ന് വേണ്ട, 2 മതി എന്ന് അറിഞ്ഞുകൊണ്ട് ജിൻഡോ അവിടെ കയറി നിൽക്കുകയാണ്. ജിൻഡോയ്ക്ക് അറിയാം ഒന്നാം സ്ഥാനത്ത് മത്സരിച്ച് കഴിഞ്ഞാൽ ഈ വോട്ടിൻ്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ തനിക്ക് വോട്ട് കുറവായിരിക്കുമെന്ന് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് ജിൻഡോ 2 കയറി നിന്നു. അവിടെ ജാസ്മിനും രണ്ടാം സ്ഥാനം വേണമെന്ന് നിർബന്ധം പിടിച്ചു. അങ്ങനെ വോട്ടെടുപ്പ് നടത്തിയപ്പം 8 വോട്ടുമായിട്ട് ജിൻഡോ രണ്ടാം സ്ഥാനത്ത് എത്തും. എനിക്ക് തോന്നുന്നു വളരെ ബുദ്ധിപരമായൊരു മൈൻഡ് ഗെയിം ആയിരുന്നു ജിൻഡോ അവിടെ കളിച്ചത്. അതങ്ങനെ രണ്ടാം സ്ഥാനം ജിൻഡോ അഴിച്ചെടുത്തു. 3 അർജുൻ തിരഞ്ഞെടുത്തു. 4 ശ്രീധുവിന് കിട്ടി. 5 നമ്മുടെ ഋഷിക്ക് കിട്ടി. 6 ഫായി, 7 അൻഫിബ, 8 റസ്മിൻ, 9 അങ്ങനെ പോയി. ബാക്കിയുള്ള സാധനങ്ങൾ 11 അങ്ങോട്ടുമാണ് ജാസ്മിന് കിട്ടിയത്. പക്ഷേ 11 ജാസ്മിന് ഒരു 5 ഒക്കെ അർഹത ഉണ്ടായിരുന്നു. പക്ഷേ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ചിലച്ച് അതങ്ങ് പോയി എന്നുള്ളതാണ്. നന്ദനയൊക്കെ 1 വേണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചു. അവസാനം 13 കിട്ടി. അത് 13 നന്ദനയ്ക്ക് അർഹതപ്പെട്ട സ്ഥാനം തന്നെയാണെന്ന് തോന്നുന്നു. അങ്ങനെ 1 അഭിഷേകും, 2 ജിൻഡോയും, 3 അർജുന്, 4 ശ്രീധു, 5 ഋഷി. ഇങ്ങനെയാണ് ടോപ്പ് 5 ഇവർ തിരഞ്ഞെടുത്തത്. അപ്പം പ്രേക്ഷകരെ ഏകദേശം ഒക്കെ എനിക്ക് തോന്നുന്നു 1ാം സ്ഥാനത്തേക്ക് മാത്രമേ ഉള്ളൂ വ്യത്യാസം. 1ാം സ്ഥാനത്ത് ജിൻഡോനെയാണ് പ്രേക്ഷകർ ഏകദേശമൊക്കെ കണക്കാക്കിയിരിക്കുന്നത്. ഇപ്പോൾ വോട്ടിങ്ങിലും അത് തന്നെയാണ് കാണുന്നത്. ഏതായാലും അങ്ങനെ ടാസ്ക് അവസാനിച്ചു. ഒരു കലവില ടാസ്ക് ആയിരുന്നു കേട്ടോ. വലിയ അടിയൊന്നും നടന്നില്ല.